ഹലോ, സോൾട്ട് ആൻഡ് പേപ്പറിൽ ഇന്ന് നമ്മൾ പാചകം ചെയ്യുന്നത് എല്ലാവർക്കും അറിയാവുന്നതും എന്നാൽ കുറച്ച് പരീക്ഷിച്ചതുമായ ഇടിയിറച്ചിയാണ്. എന്നാൽ അതിൽ തന്നെ വ്യത്യസ്തമായ ഡ്രൈ സ്റ്റൈൽ ആയാലോ? അപ്പോ വേറിട്ടൊരു വിഭവം തന്നെയായി മാറും അല്ലെ? ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വെളിച്ചെണ്ണ 5 ടേബിൾ സ്പൂൺ, പെരിഞ്ജീരകം 5 ടേബിൾ സ്പൂൺ, വറ്റൽമുളക് 4 കുരുമുളക് 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, പെരിഞ്ജീരകപ്പൊടി 2 ടേബിൾ സ്പൂൺ, ഗരം മസാല 2 ടേബിൾ സ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന്, ഇഞ്ചി 2 ടേബിൾ സ്പൂൺ, പച്ചമുളക് 6, ചെറിയ ഉള്ളി 4 സ്പൂൺ ചെറുതായി അരിഞ്ഞത്, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ ബീഫ് 150 ഗ്രാം. അത് സാധാരണ രീതിയിൽ വേവിച്ച ശേഷം മിക്സിയിൽ നന്നായി അടിച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു പാനിൽ 5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയ ശേഷം അതിലേക്ക് 1 സ്പൂൺ പെരിഞ്ജീരകം ഇട്ട് ആവശ്യത്തിന് വറ്റൽമുളക്, കുരുമുളക്, കറിവേപ്പില, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി ഇവയെല്ലാം ചേർത്ത് നന്നായി വഴറ്റുക. ഇതൊന്ന് വഴഞ്ഞു വരുമ്പോൾ അവയുടെ കൂടെ എരിവിന് അനുസൃതമായിട്ട് പച്ചമുളകും ചെറിയ ഉള്ളി ചതച്ചതും ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി വഴറ്റണം. അതിലേക്ക് ഇടിയിറച്ചി, അതായത് നമ്മുടെ 150 ഗ്രാം ബീഫും ഒപ്പം മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ച് മിക്സിയിൽ അരച്ചെടുത്തതും കൂടി ചേർത്ത് അതിനൊപ്പം പെരിഞ്ജീരകം, ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ്, വറ്റൽമുളക് എന്നിവയിട്ട് വഴറ്റി ഡ്രൈ പരുവത്തിൽ എടുക്കണം. ഇതോടെ രുചികരമായ ഇടിയിറച്ചി റെഡിയാവും. തീർച്ചയായും ഇത് ഒരു തവണ നിങ്ങൾ പരീക്ഷിച്ചാൽ പിന്നെ വീണ്ടും തയ്യാറാക്കുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ഇത്തരം രുചികരമായ വിഭവങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.